Hi dears, welcome back to Anu's Kitchen. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ ടൈറ്റിലിൽ പറഞ്ഞ പോലെ തന്നെ പാതി വഴിക്ക് നിന്ന് ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ശനി ഞായറും വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ശനിയാഴ്ചത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ അന്നത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ലോഗാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ച ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും പിന്നെ കുറച്ച് ചെറിയ ചെറിയ ക്ലീനിങ്ങും ഒക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് വ്ലോഗ് കാണാം. അപ്പോൾ നേരത്തെയൊക്കെ വൈകിട്ടായിരുന്നു ഞാൻ നടന്നിരുന്നത്, എക്സസൈസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ രാവിലെ ആക്കിയത്, കാരണം വൈകിട്ട് ആകുമ്പോൾ നല്ല മടി വരുന്നുണ്ട്. അപ്പോൾ പല ദിവസവും സ്കിപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ രാവിലെ ആക്കി. രാവിലെ ആകുമ്പോൾ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ നടക്കും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നടക്കാൻ പോയത്. സാറ്റർഡേ ആണ്, ഹോളിഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റതും. അപ്പോൾ എൻ്റെ എക്സസൈസൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം. ഇന്ന് ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ ദിവസവും കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുന്നത്, അതായത് 10:30 ആയിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ രാവിലെ 10:30 തൊട്ട് വൈകിട്ട് 6:30 വരെ, അതാണ് എൻ്റെ ഫുഡ് കഴിക്കുന്ന സമയം. 6:30 കഴിഞ്ഞാൽ അടുത്ത ദിവസം 10:30 വരെ പിന്നെ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഇനി ലഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സമയം ഇപ്പോൾ തന്നെ 11 മണിയായി. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനായിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു 2.5 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി അത് വേവാൻ ആവശ്യത്തിന് ഒരു പാനിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ഊറ്റി എടുക്കുന്നതായതുകൊണ്ട് കറക്റ്റ് അളവില്ല. വലിയൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കുക. അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാനീരും കൂടി, ഒരു 2-3 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിക്കാം. അപ്പോൾ ഈ എണ്ണയും നാരങ്ങാനീരും കൂടി ചേർക്കുന്നത് കൊണ്ട് ഈ ചോറ് തമ്മിലൊട്ടാതെ, അത് ഒട്ടും കുഴഞ്ഞു പോകാതെ പാകത്തിന് റെഡിയായി കിട്ടും. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 200 അല്ലെങ്കിൽ 250 ഗ്രാം വരുമായിരിക്കും. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്കത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇതുപോലെ ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ബോൺലെസ് ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് അതിന്ന് ഇതുപോലെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ മുറിച്ചെടുത്താലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അതുപോലെ ചിക്കൻ്റെ പീസുകളായാലും വലുതായിട്ടോ അല്ലെങ്കിൽ നല്ല കുഞ്ഞു പീസുകളായിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യാം. അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുവാണ്. അപ്പോൾ ചിക്കൻ്റെ ഇതുപോലെ കുഞ്ഞു പീസുകളായിട്ട് മുറിച്ചെടുത്തു. അതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു 3 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കാം. പലരും പല രീതിയിലാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ടു. ഇനി ഇതിനകത്തൊരു 2 ടീസ്പൂൺ സോയ സോസും കൂടി ഒഴിക്കാം. കുറച്ച് ഉപ്പ്, സോയ സോസിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അത് കണക്കാക്കി ഉപ്പിൻ്റെ അളവ് നോക്കി ചേർക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഈ സമയം കൊണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമ്മൾ ഉപ്പിട്ടിട്ട് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കൂടി നിൽക്കണം. ഉപ്പിൻ്റെ അളവ് ഒരല്പം കൂടുതലായിട്ട് തോന്നണം. എന്നാലേ ചോറ് റെഡിയായി കഴിയുമ്പോൾ അതിനകത്ത് പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിനകത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസിന് ചോറ് റെഡിയാക്കുന്ന സമയത്ത് ഞാൻ അരി കുതിർക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കാറേ ഉള്ളൂ. എന്നിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ ഇടും. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റ് ബസ്മതി അരി കുതിർത്തിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ വേവ് കറക്റ്റായിട്ട് നോക്കിക്കോണം. ഒരു 5-6 മിനിറ്റ് എടുക്കുള്ളൂ ഇത് വെന്ത് കിട്ടാനായിട്ട്. ഒട്ടും കുഴഞ്ഞു പോകാൻ പാടില്ല. കറക്റ്റായിട്ട് ആ ഓരോ ചോറും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കാം. അപ്പോൾ ചോറ് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ചിക്കൻ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരുമിച്ചിട്ട് ഒന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ കുറച്ച് ഓരോ ബാച്ചായിട്ട് ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യല്ല. എനിക്കതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചായിട്ട് ഫ്രൈ ചെയ്യുമ്പം നമ്മൾ കുറച്ച് വലിയൊരു അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സമയം കൂടുതലെടുക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ കോൺഫ്ലോർ ഇതിനകത്ത് 3 ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കനിൽ അങ്ങനെ ഒത്തിരി കോൺഫ്ലോറിൻ്റെ കോട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. മനസ്സിലായോ? ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും ഓരോ ചിക്കൻ പീസുകളും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ ചിക്കൻ ഫുൾ ഇട്ടിട്ട് ആദ്യം ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ ചിക്കൻ്റെ ഒരു പിങ്ക് കളർ മാറിയിട്ട് ഒരു വെള്ള കളർ പോലെ വരും. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ചിക്കൻ പീസും വേറെ വേറെ തന്നെ വരും. അതുവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കണ്ടോ, അതെ ചിക്കൻ ഇതുപോലെ ആവും. ആ ഒരു വെള്ള കളർ പോലെ വന്നില്ലേ? ഇങ്ങനെ ആയി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ബോൺലെസ് ചിക്കൻ ആണ്, പിന്നെ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. മാക്സിമം ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ ചെറിയ തീയിലിടുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ പരുവത്തിലായിരിക്കണം കേട്ടോ. ഇതിൻ്റെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ്. കണ്ടോ, ഓരോ ചോറും സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം. നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഒടിച്ചു നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവണം, പക്ഷേ കുഴഞ്ഞിരിക്കരുത്. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഉടനെ തന്നെ ഊറ്റിയെടുക്കാം. അപ്പോൾ ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാ വെള്ളം, നമ്മൾ കുടിക്കുന്ന നല്ല വെള്ളമായിരിക്കണം. ഇത് ചോറ് നമ്മൾ ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ചൂടിലിരുന്ന് ആവിയിലിരുന്ന് കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേവ് അപ്പം തന്നെ അങ്ങ് നിൽക്കും. ഇതിന് ഞാൻ കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ്. എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ചോറ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു പോകും. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും വെച്ച് ഫാനിൻ്റെ താഴെ വെക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ചോറ് തണുത്തൊക്കെ വരുന്ന സമയം കൊണ്ട് ഞാൻ അതിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചെറിയ തീയിലിട്ടിട്ടാണ് ചെയ്യുന്നത്. തീ കൂട്ടിയിട്ട് ഇത് ഒരുപാട് മുരിഞ്ഞൊന്നും പോരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. മുട്ട താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. ചിക്കനും വെജിറ്റബിൾസും മാത്രം ഇട്ടിട്ടും ചെയ്യാം. അപ്പോൾ ഞാനൊരു 3 മുട്ട ഒരു ബൗളിലോട്ട് ഒഴിക്കുവാണ്. മുട്ടയുടെ അളവും നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം. ഇതിനകത്തോട്ടൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിനകത്ത് ആ ഒരു ബ്രൗൺ കളർ കാണുന്നത് നമ്മൾ സോയ സോസ് ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് ഒരുപാട് മുരിഞ്ഞു പോയതല്ല. ഒന്ന് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ചിക്കൻ ഉള്ളത്. അപ്പം അങ്ങനെയാണ് വേണ്ട. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ കുറച്ചും കൂടി എണ്ണ, ഒരു 1/2 ടീസ്പൂൺ എണ്ണ മതി. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മുട്ടയൊന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ അടിച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഫ്രൈഡ് റൈസിൽ എപ്പോഴും മുട്ട കുറച്ച് വലിയ വലിയ പീസുകളായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീരെ കുഞ്ഞു കുഞ്ഞായിട്ട് ചിക്കിയെടുക്കാൻ പാടില്ല. അപ്പോൾ മുട്ട ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ചിക്കി എടുത്തു കഴിഞ്ഞാൽ അത് കുഞ്ഞു കുഞ്ഞു പീസുകളായി പോകും. അപ്പോൾ ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ പതുക്കെ സ്പൂണിട്ട് ഇങ്ങനെ ചിക്കി കൊടുക്കാം. ഇപ്പോൾ വലിയ പീസുകളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മുട്ട ഇതുപോലെ ചിക്കിയെടുത്തു. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എൻ്റെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. കുറച്ച് ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കം, സെലറി, വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ആ ചോറ് റെഡിയാക്കി അതേ പാത്രം തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലാ പാത്രം കൂടി എടുത്തിട്ട് കഴുകാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടാകുമ്പം ഒരു 2 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്തത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണോളം സെലറി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്.
നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വെള്ള പാർട്ട് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊരു 2 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർത്തു എന്ന് മാത്രം. അതുപോലെ സെലറി ആയാലും നമുക്ക് നാട്ടിലാണെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. വെറുതെ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഒണിയൻ്റെ വെള്ള പാർട്ടോ മാത്രം ചേർത്താൽ മതി. സാധാരണ നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുമ്പം ഫ്രൈഡ് റൈസിൽ സെലറി ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ വെളുത്തുള്ളിയുടെ പച്ചപ്പൊന്ന് മാറണം. അപ്പോൾ ആ ഒരു പച്ച ചുവയെന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വലിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 6-7 ബീൻസ് കനം കുറച്ച് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ചിലർ ബീൻസ് ചേർക്കാറില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്രൈഡ് റൈസിന് നിങ്ങൾക്ക് അറിയാമല്ലോ, വെജിറ്റബിൾസ് നമ്മൾ ഒരുപാട് വേവിക്കാറില്ല, ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തീ കൂട്ടിയിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പം ഈ പച്ചക്കറികൾ ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടും. അത്രയും മതി. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. വെജിറ്റബിൾസിന് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി, കാരണം ചോറിലൊക്കെ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു കളറൊന്നും മാറാൻ പാടില്ല. ആ ഒരു പച്ചയും ഓറഞ്ചും കളറൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതെ പച്ചക്കറികൾ ഒന്ന് വാടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയും ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് സോയ സോസൊക്കെ നമ്മൾ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ വെജിറ്റബിൾസിലോട്ട് നമ്മൾ സോയ സോസ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ കളർ മാറിപ്പോൾ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരും. അപ്പോൾ ആ നമ്മുടെ ഫ്രൈഡ് റൈസിൽ ആ ക്യാരറ്റിൻ്റെയും ഓറഞ്ചിൻ്റെയൊക്കെ ഒരു കളറ് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു അര ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിലർ ഇതിനകത്ത് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർക്കാറുണ്ട് ഈ സമയത്ത്, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനീഗറും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിൽ നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് കണ്ടല്ലോ, ഉണ്ടോ, തണുത്തൊക്കെ കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ആ ഓരോ ചോറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും. ഈ ഒരു പാകത്തിനായിരിക്കണേ. ഇനി ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ സോയ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചോറിൻ്റെ വേവ് കറക്റ്റ് അല്ലെങ്കിൽ പാകത്തിനല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് നോക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. ബാക്കിയെല്ലാം ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ഈ ബാസ്മതി അരിക്ക് പകരം ഞാൻ ജീരകശാല അരി വെച്ചിട്ടും, നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ജീരകശാല അരി വെച്ചിട്ടും ഈ സെയിം റെസിപ്പി തന്നെ ചെയ്യാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ബിരിയാണി റൈസ് വെച്ച് ചെയ്യുന്ന ചിക്കൻ ഫ്രൈഡ് റൈസിനേക്കാളും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അതാണ്. ആ ഒരു റൈസിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ഞാൻ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ നല്ലെണ്ണ അല്ലെങ്കിൽ ജിഞ്ചലി ഓയിൽ. അപ്പോൾ അതൊരു നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും ലാസ്റ്റ് ഈ നല്ലെണ്ണ ഒഴിക്കുമ്പോൾ. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു പച്ച പാർട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രൈഡ് റൈസ് പോലെ തന്നെ ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ട് ചോദിച്ചിരുന്ന റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ റൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരു 12:45 ആയേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇനി ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കാൻ പോവാണ്. വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് കുറച്ച് സമയം എടുക്കും. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എല്ലാം ഒരേ സമയത്ത് തന്നെ എല്ലാം കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പം വ്ളോഗ് ചെയ്തതുകൊണ്ട് ലേറ്റ് ആയിപ്പോയി എല്ലാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. സവാളയൊന്നും അല്ലാതെ അരിഞ്ഞെടുക്കാനുള്ള സമയമില്ലായിരുന്നുകൊണ്ട് ഫുഡ് പ്രോസസ്സറിലിട്ട് എല്ലാം കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടി ഒരുമിച്ചൊക്കെ ഇട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സാധാരണ ചിക്കൻ കറിയാണ്.
പിന്നെ ടൈസണുള്ള ഫുഡ് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ചോറും ചിക്കനും ക്യാരറ്റും ഒക്കെയാണ് അവന് കൊടുക്കുന്നത് ഉച്ചയ്ക്ക്. പിന്നെ കഴിഞ്ഞ വ്ലോഗ് കണ്ടിട്ട് പലരും അവൻ്റെ ഫുഡിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും പട്ടികളൊക്കെ വളർത്തുന്ന ആൾക്കാരാണ്. ഞങ്ങളിവിടെ ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ടിട്ട് പുള്ളി പറയുന്ന രീതിയിലാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ചിക്കൻ കറിയും കൂടി റെഡി ആയിക്കഴിഞ്ഞാൽ ലഞ്ച് റെഡി. എല്ലാവരും ഇന്ന് രാവിലെയും കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ഒരു 1:30 ആകുമ്പോൾ റെഡി ആയാൽ മതി. ഒരു ലോഡ് പാത്രം കിടപ്പുണ്ട് കഴുകാൻ. നമ്മൾ ഈ പെട്ടെന്ന് വെപ്രാളം പിടിച്ച് ജോലി ചെയ്യുമ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത കുറേ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ പതുക്കെ ചെയ്യുകയാണെങ്കിൽ ആവശ്യത്തിന് പാത്രം എടുക്കുള്ളൂ. അതുപോലെ എടുക്കുന്ന പാത്രം നമുക്ക് അപ്പം തന്നെ കഴുകി വെക്കാനും ഒക്കെ സമയം കിട്ടും. ഇതിങ്ങനെ സമയമില്ലാതെ ഓരോന്ന് ചെയ്യുമ്പം ആവശ്യമില്ലാത്ത കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി ഒരുവിധം ക്ലീനൊക്കെ ചെയ്തിട്ടു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ടൈസോനും ഫുഡൊക്കെ കൊടുത്തു. ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റതേ കുറച്ച് ചെറിയ ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ പലരും ഒരുപാട് വീഡിയോസിലും ചോദിക്കുന്നതാണ് ക്ലീനിങ് ഒക്കെ കാണിക്കുമെന്ന്. എനിക്കിവിടെ ഇപ്പോൾ ഇവിടെ ക്ലീനിങ്ങിനായിട്ട് വീട് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചേച്ചി വരും സഹായത്തിന്. പണ്ട് ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു ആഴ്ചയിൽ 3 ദിവസം ഒരു ചേച്ചി വന്ന് ക്ലീൻ ചെയ്തിടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പണിയൊന്നും ഇല്ല. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതും ഞാനൊരു 2 ആഴ്ച കൂടുമ്പോഴൊന്നും ചെയ്യാറില്ല കേട്ടോ. പൊടി പിടിച്ചു എന്ന് തോന്നുമ്പം ഒന്ന് തുടച്ചിടും. വാഷ് ബേസിൻ മാത്രം 2-3 ദിവസം കൂടുമ്പോൾ കഴുകിയിടും. അല്ലെങ്കിൽ ഇതുപോലുള്ള ബാക്കി തുടപ്പൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നതൊക്കെ എനിക്കങ്ങനെ ക്ലീൻ ചെയ്യണം എന്താ സമയമായെന്ന് തോന്നുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം ഇന്നിപ്പം എല്ലാം ഒന്ന് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരിക്കും ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശനിയാഴ്ച ഇന്നത്തെ ദിവസം പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം ഇതിൻ്റെ കൂടെ ഞാൻ അടുത്ത ദിവസം ഞായറാഴ്ചയുടെ അന്ന് വേറെ കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ച് ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി. പക്ഷേ ഞായറാഴ്ചയുടെ അന്ന് വേറെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുകൊണ്ട് എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ പറ്റിയില്ല. അതുപോലെ പുറത്തെ ഗാർഡൻ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പാതി വഴിക്ക് നിന്ന് പോയൊരു വ്ലോഗാണെന്ന്. അപ്പോൾ ഇന്നത്തെ ബാക്കി കാര്യങ്ങളോ ഡിന്നറോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വ്ലോഗിൽ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേറൊരു നല്ല വ്ലോഗുമായിട്ട് വേറെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.